ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെഡ്ഡിങ് ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ എല്ലാം ഉഷാറായിട്ട് റാഹത്തായിട്ട് മംഗളമായിട്ട് കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ വിഷ് വഴി കമൻറ്റ് വഴി വിഷ് കാര്യങ്ങളൊക്കെ അറിയിച്ചു, മെസ്സേജ് വഴി അങ്ങനെ വിളിച്ചിട്ടൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ വിഷൊക്കെ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കറിയാം രാത്രിയാണ്. സമയം ഒരു 11:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 12 മണിയാവാൻ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് കൊല്ലത്തേക്ക് തിരിച്ച് യാത്ര ആവാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു ചക്കരനെ മോളെ കൂട്ടാവുന്നതാണെന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തോന്നും എന്താ പെട്ടെന്ന് പോണത് നിങ്ങൾക്ക് തോന്നും. വേറൊന്നുമില്ല, നമ്മളിപ്പോൾ മിനിങ്ങാന്നെത്തി, ഇന്നലെ ഒരു ദിവസം ഇവിടെ നിന്നു, ഇന്നൊരു ദിവസം നിന്നിട്ട് ഇന്നത്തെ ദിവസം രാത്രി നമ്മൾ തിരിക്കുകയാണ്. ഇന്നായിരുന്നു നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ട് പിന്നെ സാധനങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ രാവിലെ പോയിക്കൂടെ വിചാരിക്കും. രാത്രി പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങോട്ട് വന്നത് പകലാണ്. അപ്പോൾ നമുക്കറിയാം പകലാകുമ്പോൾ എന്തായാലും ഒരു 10-11 മണിക്കൂറോളം നമുക്ക് ട്രാവൽ വരുന്നുണ്ട്. കാരണം ട്രാഫിക്കും തിരക്കും ബ്ലോക്കൊക്കെ പെട്ടിട്ട് 11 മണിക്കൂറോളം യാത്ര വരുന്നുണ്ട്. മാത്രമല്ല നല്ല ചൂടുമാണ് ഗൈസ്. അപ്പോൾ അതേസമയം രാത്രി ആകുമ്പോൾ നമുക്ക് തിരക്കും ഉണ്ടാവില്ല, വേഗം ഓടി പോവാം. മാത്രമല്ല ചൂടില്ല, അതുകൊണ്ട് പോകാൻ സുഖം രാത്രി തന്നെയാണ്. പിന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഉറക്കം വെച്ചപ്പോൾ രാത്രി നമ്മൾ ഇവിടെ നിന്നൊരു 12-12:30 കയറി കഴിഞ്ഞാൽ അവിടെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ എത്തും. ഒരു 7 മണിക്കൂർ 7.5 മണിക്കൂറൊക്കെ മതി രാത്രി പോകണമെങ്കിൽ. പകലാണെങ്കിൽ 10-11 വരേണ്ടിയുണ്ട്, ചിലപ്പോൾ 12 വരാം. അപ്പോൾ എന്തായാലും അങ്കമാലി ചാലക്കുടിയിലെ തിരക്കൊക്കെ നല്ല പ്രശ്നമാണ്. അപ്പോൾ കുട്ടീനെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഏതായാലും രാത്രി തന്നെയാണ് സുഖം. അവരൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നാടത്ത് ഞാനും ഉപ്പായും മാറി ഞങ്ങൾ ഡ്രൈവ് ചെയ്യും. അപ്പോൾ പോണത് ഞാനും ഉമ്മായും ഉപ്പായും റമിയും ചക്കരയും കുട്ടിയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോകാൻ വേണ്ടി പോവുകയാണ്. സാധനങ്ങൾ പെട്ടിയൊക്കെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ചക്കര വന്നിട്ട് ഏകദേശം 40-42 ദിവസത്തോളമായി. അപ്പോൾ അവിടെ സാധനങ്ങൾ കുട്ടീൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ കാറിൽ വന്നത് സാധനങ്ങളൊക്കെ എന്തായാലും കൊണ്ടുപോകാൻ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ പോവുകയാണ് ഗൈസ്. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി നേരെ ഇറങ്ങാം. എന്നാലേ നമ്മൾ പോയി വരാം. സിനോ, നിങ്ങൾ പെരുന്നാളിൽ അങ്ങോട്ട് വരി. ഇൻഷാ അല്ലാഹ് ഇറങ്ങിക്കോളൂ, എല്ലാവരും വരി അങ്ങോട്ട്. അബു ടാറ്റ ബൈ ബൈ. അബുവിന് ഉറക്കം വരികയാണ്. ഒരു സാധു അതായിരിക്കണ് മക്കളെ, ഒരു സാധു കുട്ടി അതായിരിക്കണ് മക്കളെ. അലേഹണ്ടോ അലേഹണ്ട് പോവാന്. അനാനെ കൊണ്ടുപോവാണ് കേട്ടോ. അലേഹ അനാനെ കൊണ്ടുപോവാണ്. അനാനാണ് വിളിക്കാറ്. അനാനാന്നാണ് വിളിക്കണത്. അനാന അനാന. ഓക്കെ, എന്നാ ഇറങ്ങാം നമുക്ക്. എന്നാ പോയി വരാം. അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. 1 മാസത്തേക്ക് നിൽക്കാൻ വന്നതുപോലെ തന്നെ 1 മാസത്തെ നൃത്തം കഴിഞ്ഞിട്ട് പോവാണ്. അപ്പോൾ സാധനങ്ങൾ കുറച്ചധികം ഉണ്ട്. എൻ്റെ കുട്ടിക്ക് ഉറക്കം ശരിയായില്ല. ഉറക്കത്തിൻ്റെതാണ്. ഇറങ്ങല്ലേ? അല്ലേ പോരുണ്ടോ? എന്നാ പോയി വരാം ഞങ്ങള്. നിങ്ങള് പെരുന്നാളിനങ്ങോട്ട് വരി. പെരുന്നാൾ സമയമാകുമ്പോ ജിമ്മ് കഴിയൂലേ? അപ്പൊ രാത്രി യാത്ര പറയണില്ല, പോയി വരാം എന്നാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പോയി വന്നിട്ട് കാണാം. സാധനങ്ങൾ കയറ്റാണ്. റമിയ വലിയ ബാഗ് കൊടുത്തോടാ. ഒരു വലിയ ബാഗ് കാണുമല്ലോ. എൻ്റെ ഒരു ടെക്നിക്കിന് വെച്ചാൽ എല്ലാ സാധനങ്ങളും, ഇതിനപ്പുറം സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയല്ലേ. പിന്നെ ഇത് എന്റെ ഷൂസ് അല്ല, അപ്പൊ അത് റമീന്റെ ഷൂസ് ആണ്. റമി വീട്ടിടാല് വീട്ടിക്കൊണ്ടിടാല്. അത് ഇതാ അല്ല. അച്ഛാ എടാ, നിന്റെ ഷൂസ് ഇവിടെ എടുക്കാനുള്ളതാണ്. എനിക്ക് വീട്ടിൽ കൊണ്ടുവച്ചാൽ
നീ വീട് വരെ വരുന്നില്ലല്ലേ? ഇല്ല, ഞാൻ കുറച്ച് സാധനങ്ങളോട് എടുക്കാം. ഇവൻ നമ്മള് പോണ വഴിക്ക് അങ്കമാലി ഇറങ്ങും ഗൈസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്കമാലിയിൽ അവിടെ റൂം അവിടെ ഇരുന്നു. അപ്പോൾ റൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരാനുണ്ട്. അപ്പൊ കാരണം കൊണ്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും വരേണ്ടി വരും. അപ്പൊ ഇന്ന് അവൻ ഇവിടെ ഇറങ്ങിയിട്ട് പിന്നീട് ഒറ്റ ഓട്ടം പോയാൽ മതി. അപ്പൊ ഒന്ന് അങ്കമാലി ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിൽ വരും. അടഞ്ഞോ അത്? വണ്ടിയിലുള്ള ആളുകൾ വരും. ഇനിയാണെങ്കിൽ കുറച്ച് ഉള്ളില് നമ്മൾ ഇതിന്റെ ഈ ഗ്യാപ്പിൽ വെക്കാം. ബലൂണുകള് അവൻ ചവിട്ടി പൊട്ടിച്ച്. അവിടെ വെഡിങ് ആനിവേഴ്സറി കിട്ടിയ കുറെ ബലൂണുകളും ഇതൊക്കെയാണ്. എന്നാ ഇറങ്ങിയാലോ നമുക്ക്? ഓക്കെ എന്നാ നമ്മൾ ഇറങ്ങാണ്. പോവന്നാ പോയി വരാം. ഇല്ലല്ലേ അടുത്ത് പറഞ്ഞുള്ളൂ. എന്നാ പോയി വരാം. അപ്പോ യാത്രയില്ല, രാത്രി യാത്രയില്ല. അപ്പോൾ ഓക്കെ സീനു. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ പെരുന്നാളിന് പോയി വരാം. ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റ് ഒക്കെ പാസ്സാവട്ടെ, അറിയിക്ക്. അതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ എന്നാ ഇറങ്ങല്ലേ നമുക്ക്? നമ്മളെങ്ങനെ പോണറിയോ? ഒന്ന് കുറച്ച് നിർത്തി, പിന്നെ പെട്രോൾ പമ്പിൽ ഇറങ്ങി മുത്രവെച്ച്, പിന്നെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ചായ കുടിച്ച്, അങ്ങനെ നമ്മൾ പോവാറ്. എന്നാ ഇറങ്ങാം. അപ്പൊ അമ്മക്ക് പറയാം ടാറ്റ കൊടുക്ക്. ഇതാ വിളിക്കണോ? എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. പോയിട്ട് വരാറേയും എന്തേ? അന്ന് ഞാൻ പോവാറങ്ങിയപ്പോഴും എന്റെ ഒപ്പം ചാടിയോളേ. ലാസ്റ്റ് ഞാൻ കൊല്ലത്തോട്ട് പോയില്ലേ? ഓക്കെ എന്നാ ഇറങ്ങാം നമുക്ക്. അപ്പൊ ശരി എന്നാ വരി. അപ്പൊ ഓക്കെ ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും. വിളിക്കാം. എന്നാ പോവാ. എല്ലാവരോടും പറഞ്ഞില്ലേ പോണ്? പറഞ്ഞില്ലേ എല്ലാവരോടും? പിന്നെ എല്ലാവരോടും പറഞ്ഞില്ലേ പോണേന്ന്? റമി മുന്നിൽ കയറിക്കടാ. അല്ലെങ്കിൽ എന്നാ ഓക്കെ എന്നാ കയറാം നമുക്ക്. അങ്ങനെ നമ്മള് കൃത്യം 12:27 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ഇൻഷാ അല്ലാഹ്. എന്തായാലും കുട്ടിയും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും വളരെ മെല്ലെ പോവുള്ളൂ. കാരണം നമുക്ക് കുറച്ച് ധൃതിയിൽ പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്തായാലും പോവല്ലേ ഇറങ്ങല്ലേ? അങ്കമാലി ചെല്ലുമ്പോ റാമി നമ്മള് വന്ന് 2 ദിവസമൊക്കെ പെട്ടെന്ന് പോയി. വന്നേ രാത്രി മെനിങ്ങാന്ന് രാത്രി എത്തി ഉറങ്ങി. അതെ ഇതേ സമയത്ത് നമ്മളെത്തി. മെനിങ്ങാന്ന് എത്തിയിട്ട് ഇന്നലെ ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് ആ ദിവസം അങ്ങനെ പോയി. പിന്നെ ഇന്നിപ്പോ നമ്മളെ വെഡിങ് ആനിവേഴ്സറിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോ ഇന്നത്തെ ദിവസം അങ്ങനെയായി. അതെ ഇരുന്നതില്ലേ? നമ്മള് പിന്നെ പെരിന്തൽമണ്ണ പോയാലും ആനിവേഴ്സറിക്ക് സർപ്രൈസും പിന്നെ സർക്കസും പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഭക്ഷണം ഇനി നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. പോണ വഴിക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ ചായയൊക്കെ കുടിച്ച് നമുക്ക് പോവാ അല്ലേ വാപ്പാ? ചായന്റെ ആളാണ് വാപ്പ. അങ്ങക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ കുടിച്ചോളാന്നാണ് വാപ്പ. ഓക്കെ അപ്പൊ എന്തായാലും ബാക്കി പോണ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഓക്കെ അങ്ങനെ നമ്മള് കാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞു. അങ്ങനെ നമ്മളത് അതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് ചായ കുടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ടാവാം മുമ്പോട്ടുള്ള യാത്ര. അപ്പോൾ സമയം ഏകദേശം 2:15 കേട്ടോ. ഒരുപാട് വണ്ടിക്കാരൊക്കെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ പോണ ബസ്സാണ് ഈ പോണത്, പുനലൂർ ബസ്സാണ് ഈ പോണത് കേട്ടോ. പുനലൂരാണ് ഈ ബസ്. പോയി ഓക്കെ. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം കേസ്. അപ്പോൾ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് മാറിക്കിട്ടും. ഓക്കെ ചായ റെഡിയാ? ഇനി കോഫി മതി. ഇത് കോഫി. ഓക്കെ ചായക്കടേൻ്റെ അടുത്തുള്ളൊരു
സംഭവം കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. നമ്മളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സംഭവമാണ്. അതായത് വാട്ടർ ATM ആണ്, എനി ടൈം വാട്ടർ മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പിന്നെ മേടിക്കാതെ ഉള്ള ഓപ്ഷനാണ്. അത് വെള്ളം മേടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഫില്ല് ചെയ്യാം നമ്മുടെ ബോട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഉണ്ടോ, 400 ml-ന് 2 രൂപ, 1 ലിറ്ററിന് 5 രൂപ, 2 ലിറ്ററിന് 10 രൂപ. നമ്മൾ 2 ലിറ്ററിന് 20-ഉം 25 കൊടുത്തില്ലേ വാങ്ങണത്, 30 കൊടുത്തില്ലേ വാങ്ങണത്. അപ്പോൾ അതേസമയം ഇവിടെ 10 രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വെള്ളം ഫില്ല് ചെയ്തെടുക്കാം. അതിൻ്റെ സെറ്റപ്പാണ് കേട്ടോ, വാട്ടർ ATM ആണ്. കൊള്ളാം. കേസ് അങ്ങനെ നമ്മൾ അങ്കമാലി എത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അങ്കമാലി ടൗണിലെത്തി. അപ്പോൾ റമീസ് ഇവിടെ ഇറങ്ങുകയാണ്. ബാഗ് എടുക്കണ്ടാ, പിന്നെ ബാഗ് ഇതാണ് ഗൈസ്. ഓക്കെ, നീ ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോവും? ഊബറാ? ഓക്കെ, ഇവിടെ കിട്ടൂലേ, ഊബർ കിട്ടൂലേ? നമ്മൾ പോട്ടാ. ഓക്കെ, അപ്പോൾ ശരി എന്നാ വിളിക്കാം. ഓക്കെ, നോക്കിപ്പോ വണ്ടി ഓക്കെ. അങ്ങനെ റമീസ് പോയിട്ടുണ്ട്. അപ്പോൾ ഊബറെടുത്ത് കുട്ടി വേണം. അപ്പോൾ നമുക്കിനി യാത്ര വീണ്ടും മുന്നോട്ട് തിരിക്കാം. അവിടെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റു. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ നാടെത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 7:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരമൊക്കെ വെളുത്തു. നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് സാധനം നാടൻ പച്ചക്കറി വാങ്ങാൻ വന്നതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ കുറച്ച് നാടൻ പച്ചക്കറി കണ്ടിട്ട് എന്ത് ചെയ്തു, വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചീരയും പിന്നെ കപ്പയൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. ഓക്കെ, മീൻ മേടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അടുത്തത് മീൻ മേടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല അടിപൊളി ഫ്രഷ് മീനുകളുണ്ട് കേട്ടോ. അപ്പം ഉമ്മാൻ്റെ കൂടെ മീൻ മേടിക്കാൻ ഒരാൾ കൂടി ഉണ്ട്. ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുകയാണ്. പാലക്കാട് നിന്ന് ഉറങ്ങി എൻ്റെ കുട്ടി. നമ്മളെ വീടെത്താൻ ഇവിടെ നിന്നാകെ 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഇവിടെ നിന്നാകെ 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ കുട്ടി എഴുന്നേറ്റു. രാവിലെ മീൻ മേടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, പച്ചക്കറി മീനൊക്കെ വാങ്ങാൻ. അപ്പോൾ ചീര വാങ്ങി, കപ്പ വാങ്ങി, ഇനി കുറച്ച് മീൻ വാങ്ങണം. പാല് വാങ്ങാതെ വാപ്പ പോയിട്ടുണ്ട്. ചക്കര ഉള്ളിലാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എടുത്തില്ലേ? ഇത് നിർത്തും, അതിനും കൂടി എടുക്കി. എനിക്ക് ഏതാ വേണ്ട കുഞ്ഞിക്ക് ഏതാ വേണ്ടി? ഓക്കെ, ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീടെത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത സമയം പോലെ തന്നെ 7:30-ക്കും 8 മണിക്കുള്ളിൽ നമ്മൾ എത്തുമെന്ന് പറഞ്ഞു. നമ്മൾ 7:45 നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് തന്നെ ക്ഷീണം മാറുള്ളൂ. വണ്ടീൻ്റെ കോലമൊക്കെ നോക്കി നോക്ക്, ഫുള്ള് പൊടിയും ചളിയായിട്ട്. ഇനി എന്തായാലും ഒന്ന് വാഷ് ചെയ്യണം. എന്താണ് ആർക്കാ ഇനി? പിന്നെ ഇനി ആരാ ബെറും പോണ? ഇനി അവിടെ നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവന്നു ഗൈസ്. പക്ഷേ തൊട്ടിട്ടില്ല, കാരണം വേറെ 2 ബോട്ടിൽ കൂടി വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുടിച്ചു. ഇത് എടുക്കേണ്ടെന്നില്ല. എവിടെ നിക്കണത് ഇത് എവിടെ നിക്കണത്? അല്ല, ഇത് എവിടെ? ഓക്കെ, എന്നാ കേറിക്കോളി. സാധനങ്ങളൊക്കെ എടുക്കാം നമുക്ക്. ചക്കര എവിടെ? വാ 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 വാ, പിന്നെ ഉറക്കപ്പോരെ. വരി വരി വരി, ഇവിടെ നോട്ടെ. ഇതെടുക്കട്ടെ, വാങ്ങിയത്. പോയി കിടന്ന് ഉറങ്ങും. പോ, ജാവോ. നാടൻ കപ്പ, നാടൻ ചീര ഗൈസ്. നമ്മുടെ നാട്ടിലിപ്പോൾ കപ്പേൻ്റെ വിലയൊക്കെ മാറി. നേരത്തെ 2.5 കിലോ 3 കിലോ 100 ആയിരുന്നു. 2.5 കിലോ 100 ആയി. ഇപ്പോൾ 2 കിലോ 100 ആയിട്ടുണ്ട്.
ചീര 2 പിടി 50 രൂപ, നാടൻ ചീരയാണേ. അപ്പോൾ പച്ചക്കറിയും മീനും സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി 1.5 മാസത്തിന് ശേഷം ഉമ്മയും മോളും അതെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചക്കരെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ചക്കര അവിടെ നിന്ന് കയറിയ ചക്കര പുറത്തൊക്കെ ഇറങ്ങിയിട്ട് തന്നെ ഇല്ലല്ലേ? ചായ കുടിക്കാനും ഇറങ്ങിയില്ല, വെള്ളം കുടിക്കാനും ഇറങ്ങിയില്ല, ഒന്നിനും ഇറങ്ങിയില്ല. ഉറങ്ങിയില്ലേ? ഞങ്ങള് കുറച്ചൊക്കെ ഉറങ്ങി. ഞാനും വാപ്പയും തീരെ ഇറങ്ങിയിട്ടില്ല. വാപ്പ ഒരു 100-150 കിലോമീറ്റർ വണ്ടി ഓടിച്ചു, ഞാനൊരു 170 കിലോമീറ്റർ കറക്റ്റ് പകുതി വണ്ടി ഓടിച്ചു. ഏറ്റവും കൂടുതൽ ഉറങ്ങിയ ആള് അതായിരിക്കണു. അതിനുള്ള അവാർഡ് എൻ്റെ കുഞ്ഞിപ്പെണ്ണിനാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ സേഫായിട്ട്. ഉമ്മാനെ വിളിച്ച് പറഞ്ഞില്ലേ? ഉമ്മ ഇവിടെ എത്തണതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ വിളിച്ചായിരുന്നു. എവിടെ എത്തി വെച്ചിട്ടായാലും ഉമ്മാനോട് എത്താനായി പറഞ്ഞു. അപ്പോൾ എന്തായാലും സേഫായിട്ട് എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് തന്നെ റെഡി ആവുള്ളൂ. ഏകദേശം 2 ദിവസം ഉറക്കമുണ്ട്. ഇവിടെ നിന്ന് പോയ ക്ഷീണം മാറും മുന്നേ തന്നെ ഞങ്ങളോടും തിരിച്ചു പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് എന്തായാലും സംസാരിക്കാം. അപ്പോൾ ഒന്ന് പോയി ഉറങ്ങി ഫ്രഷൊക്കെ ആയി ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് നിങ്ങൾ എല്ലാവർക്കും ബൈ. ഓക്കെ.